കോഴിക്കോട് വെള്ളയിൽ ഹാർബറിന് സമീപം ചുഴലിക്കാറ്റിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 2.5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. രാത്രിയിൽ അപ്രതീക്ഷിതമായുണ്ടായ ചുഴലിക്കാറ്റിലാണ് ബോട്ട് കടലിൽ മുങ്ങിയത്. ഹാർബറിൽ നിന്നും 1 കിലോമീറ്ററോളം മാറിയാണ് ബോട്ട് നങ്കൂരമിട്ടിരുന്നത്. സമീപത്തുണ്ടായിരുന്ന ബോട്ടുകളിലെ ജീവനക്കാർ നോക്കി നിൽക്കെ കാറ്റിൽ ഉയർന്നു പൊങ്ങിയ ബോട്ട് വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി. 3 പേരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിന്റെ വില മാത്രം 1.5 കോടി രൂപയാണ്. വലകൾ, എൻജിൻ, സൗരോർജ്ജ സംവിധാനങ്ങൾ, ആധുനിക ആശയവിനിമയ മാർഗങ്ങൾ തുടങ്ങി ആകെ നഷ്ടം 2.5 കോടിയോളം. 50 തൊഴിലാളികളാണ് ബോട്ടിൽ ജോലി നോക്കിയിരുന്നത്. അത് ഇന്നലെ ഇവർ പണി കഴിഞ്ഞിട്ട് വെച്ചൊരു വള്ളമായിരുന്നു ഇത്. ഒരു 19 പേര് ജീവിക്കുന്ന ഒരു ഉപജീവന മാർഗ്ഗമാണിത്. അതിൽ കൂടുതൽ വെച്ചാൽ ഇവർ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു സംരംഭം തുടങ്ങി കുറച്ചേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 1.25 കോടി ഉറുപ്പിന്റെ മുതലാണ് കിടക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി ആ ഒരു ചുഴലി അടിച്ചെന്നാണ് ഇത് കണ്ടവർ പറയുന്നത്. അങ്ങനെ സംഭവിച്ച ഈ ചുഴലിൽ പെട്ടതാണ് ഈ കാണുന്ന വെള്ളം കിടക്കുന്നത്. ഇതിപ്പോ ഒരു 50 പേരുടെ കുടുംബത്തിന്റെ ഉപജീവനമാർഗമായിട്ട് കണ്ടൊരു വെള്ളമാണ്. ഈ 50 കുടുംബം ഇപ്പം പട്ടിണിയിലേക്കാണ് നീങ്ങുന്നത്. അത്രയും 1.25 കോടി രൂപ കടം വാങ്ങിയിട്ടും മറ്റെല്ലാവരോടൊക്കെ വാങ്ങിയിട്ടൊക്കെ ചെയ്തൊരു ഒരുപാട് സ്വർണങ്ങളായിട്ടും ഒക്കെ പണയം വെച്ചിട്ട് വാങ്ങിയൊരു വഞ്ചിയാണിത്. അതാണിപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നശിച്ചു പോയത്. സമാന രീതിയിൽ ആഞ്ഞടിച്ച മിന്നൽ ചുഴലിയിൽ കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് 2 ബോട്ടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. തിരിച്ചെടുക്കാനാവാത്ത വിധം ബോട്ട് നശിച്ചുപോയതോടെ വായ്പയെടുത്തും വട്ടിപ്പലിശക്ക് പണമെടുത്തും ബോട്ട് വാങ്ങിയ ഉടമകൾ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായിരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്.